ഇന്ന് UK ഒരു കോഴി രാത്രിയാണ് ഗൈസ്. കോഴി രാത്രി എന്റെ ആടയാവരണപ്പെട്ട് ഞാനിതാ തുറക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ എന്താണ് ഈ കോഴി രാത്രി എന്നല്ലേ? ഓ ടാൻസന്റെ മുത്തേ ഭാവം. അടിപൊളി. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് UK ഒരു കോഴി രാത്രിയാണ് ഗൈസ്. കോഴി രാത്രി. അപ്പൊ എന്താണ് ഈ കോഴി രാത്രി എന്നല്ലേ? നമുക്ക് കാണാം. ഞാനിപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് കോഴി രാത്രി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്റെ ആടയാവരണപ്പെട്ട് ഞാനിതാ തുറക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ പരിപാടിക്ക് പോകാൻ റെഡി ആകുവാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഞാൻ കുറച്ച് ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നേരെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഏഞ്ചലിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടുന്ന് അവരെല്ലാവരുമായിട്ട് ഇനി നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊക്കെ ഞങ്ങൾ പറയാം വഴിയെ. ഓക്കെ, ഏഞ്ചലും കെട്ടിയവനും കൂടെ കുറച്ച് ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ അവരും പാക്ക് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാനുള്ളൊരു പദ്ധതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ സെറ്റായി റെഡിയായി നിൽക്കുവാണ്. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്? ശീതളുട്ടിയുടെ വീട്ടില്. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇവിടെ ശീതളിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഡാൻസർ എല്ലാവരും ബാക്കിലുണ്ട്. ഞങ്ങൾ ഇനി നമ്മള് ശീതളിതാ തലയിൽ കോഴിവാല് വെച്ച് നിപ്പുണ്ട് ഗൈസ്. അതെ അതെ. ഹായ് ഫ്രെഡി. ഇത് ഫ്രെഡി ശീതൾ കെട്ടാൻ വന്ന പയ്യനാണ്. ഇതാണ് നമ്മുടെ കോഴി രാത്രി. ഇത്രയേ ഉള്ളൂ. UK ബ്രൈഡ് ടു ബിക്ക് പറയുന്നവരാണ് ഹെൻ നൈറ്റ്. അതിനെയാണ് നമ്മൾ ഈ കോഴി രാത്രി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലങ്കാരികമാക്കി പറയുന്നത്. ഹെൻ നൈറ്റിന് ആക്ച്വലി ബ്രൈഡും ബ്രൈഡിന്റെ ഫ്രണ്ട്സും മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഇതിപ്പം കുറെ പൂവും കോഴികളും കൂടെ വന്നിട്ടുള്ളത് കാരണം എല്ലാവരോടും ചേർന്നിട്ട് ഞങ്ങൾ ഹെൻ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ട്രഡീഷണൽ രീതിയിൽ UK ഹെൻ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വേറൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ ഇവിടെ UK നമ്മുടെ ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഈ ഹെൻ നൈറ്റിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. പിന്നെ ബോയ്സിനും അവരിതുപോലെ വെക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ബ്രൈഡ് ടു ബി അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുവാണ്. പിന്നെ ഒരു ആലങ്കാരികതയ്ക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി അല്ലേന്ന് വിചാരിച്ചിട്ട് ഹെൻ നൈറ്റ് കോഴി രാത്രി എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. കുറച്ച് വെറൈറ്റി അല്ലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കും എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബ്രൈഡ് ടു ബിയുടെ ഡെക്കറേഷൻസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ശീതളും ഫ്രെഡിയും കൂടെ ചേർന്നിട്ട്. ഇനി അവർ രണ്ടുപേരും ഇത് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് വിടുവാണ്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടും വരത്തുള്ളൂ തിരിച്ച്. അപ്പുറത്തും ഇപ്പുറത്തും മൊത്തത്തില് വീഡിയോയും ഫോട്ടോയും കാണാത്ത തകർക്കുവാണ്. എല്ലാ ടീം മെമ്പേഴ്സിനുള്ള ബാഡ്സ് ആണത്. ടീം ബാഡ് സ്പെഷ്യലൈസ്ഡ് കണ്ണാടി ഉണ്ട്, പേഴ്സണലൈസ്ഡ്. നമ്മൾ നെക്സ്റ്റ് ബ്രൈഡ് നമ്പർ 2 ആണ്. ആരും കൈയടിക്കാൻ ഞാൻ തന്നെ കൈയടിക്കാൻ കഴിയും. ഇനി എനിക്കുള്ള കണ്ണട അങ്ങനെയൊക്കെ ഉണ്ട്. ശരിയാ. ടീം ബ്രൈഡ് ഫോട്ടോ ഗൈസ്. ശീതള അവിടെ ഗിഫ്റ്റ് പൊട്ടിക്കലാണ്. പക്ഷെ ഞാൻ കാർഡ് എടുക്കും. നമുക്ക് നോക്കാം ഫ്രെഡിയുടെ ഗസ് കറക്റ്റ് ആണോ ഇല്ലെന്ന് ഗൈസ്. സെറ്റ്. ശീതളിന്റെ ഫേവറേറ്റ് സാധനമാണ് ന്യൂട്ടല്ല. എന്നാലും ഫ്രെഡിയുടെ ഗസ് പെർഫെക്റ്റ് ആയിരുന്നു ഗൈസ്. ഇത്രയൊക്കെ നീ ഓവർ ആക്ടിംഗ് ആണ് പറയുന്നത്.
റീച്ച് കിട്ടണ്ടേ? ഞങ്ങൾക്ക് റീച്ച് മുഖ്യം പിടിക്കില്ലേ? സത്യവാ ഫ്രെഡീനെ ഗസ്റ്റ് കോമ്പറ്റീഷനിൽ കൊണ്ടുവിടാം. ഇത് കറക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഏകദേശം പെർഫ്യൂം മനസ്സിലാക്കാൻ പറ്റും. ഫ്രെഡി ഒരു ഭീകരനാണ്. ആ കുപ്പിയുടെ ഷേപ്പുള്ള വേറൊരു കുപ്പി UK ഇല്ല. എന്താ അതിന്റെ പേര്? ഗസ് ചെയ്യ്. ഗസ് ചെയ്യൂ. അതിലെന്തോ ആണ്. ഫ്ലവർ. എന്റെ പൊന്നേ, ഫ്ലവർ ആണ് കറക്റ്റ് ഗസ് ചെയ്ത്. സോറി ഗൈസ്, ചെറിയൊരു വീഡിയോ പിടിച്ചോണ്ടിരിക്കുക ഗൈസ്. ഇതലേച്ചിയും ഇർഫാനും ചേട്ടനും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെറിയൊരു കോമ്പറ്റീഷനിലാണ് ഗൈസ്. ഒരു മിനിറ്റ്. ഇത് തന്നെ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട്. നെക്സ്റ്റ് ഗസ് ചെയ്യ്. പെട്ടെന്ന് ഗസ് ചെയ്യ്. എന്നിട്ട് അടുത്ത ഗസ്റ്റിനെ കയറ്റി ഫോട്ടോയും വീഡിയോ പിടിക്കേണ്ടത്. ഗൈസ് അടുത്തത് ചെസ് നമ്പർ 3 ഓൺ സ്റ്റേജ്. നെക്സ്റ്റ് ബാഡ്ജ്. അടുത്ത ഗ്രൂം ടു ബി ആണ് ഗൈസ് ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. ഇർഫാൻ ഞങ്ങളുടെ മേബിൾ തോപ്പിന്റെ ബോക്സിംഗ് ചാമ്പ്യൻ ആണ് ഗൈസ്. ബോക്സിംഗ് ചാമ്പ്യൻ. ബോക്സിംഗ് ബോക്സിംഗ് ചാമ്പ്യൻ. അത് നമ്മൾ പറഞ്ഞില്ല. ഇനി ഈ വീഡിയോ കൈകാര്യം ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത് ഞാനായിരിക്കും. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അത് തന്നെ ഒരു തുടക്കമായിക്കോട്ടെ. നിങ്ങൾ വെച്ചല്ലേ ഇതേ വേറൊരു യൂട്യൂബ് മെമ്പർ നിൽക്കുന്നു. അടുത്ത ഗേൾസിന്റെ ഗൈസ് ഇനി ഇത് നമ്മുടെ ശീതള് കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഓ ശീതള് ഊതാൻ വേണ്ടിട്ട് റെഡിയെ വിളിച്ചേക്കോ. അത് So next groom to be with the bride to be. അയ്യോ കണ്ണാടി വെച്ചില്ല. കുറച്ച് ചോക്ലേറ്റ് ഉള്ള പീസ് തരുമോ? ഇന്നത്തെ ചീട്ടയാ. ഇന്നത്തെ ചീട്ടയാണ് ഗൈസ്. ഇന്നത്തെ ദിവസം എന്റെ ചീട്ടയാണ്. ഇന്നത്തെ ദിവസം തറവാടുള്ള ദിവസം ഫോട്ടോ എത്തുന്നില്ലടി. ശീതള എത്തുന്നില്ല. ചേട്ടനൊന്ന് കുറച്ച് എന്തായാലും കുടിയേണ്ടി വരും. ആ ഒരു കൈയുടെ അവസ്ഥ വരെ എന്നെ കാണാം. പോയി നിന്നു. ഗൈസ് ഞങ്ങളുടെ ദംഷ്ട്രാസ് തുടങ്ങുവാണ്. 2 വാക്കേ ഉള്ളൂ. ആ മലയാളമാണ്. ഒന്നാമത്തെ വേർഡ് പറയാൻ പോവാണ്. ഒന്നാമത്തെ വേർഡിൽ 7 ലെറ്റർ ഉണ്ട്. 7 7 സൺഡേ. 7 എടി 7. ഓക്കെ മറന്നു. പാമ്പ് സർപ്പം
സർപ്പം. മനസ്സിലായി സർപ്പ. സർ. സർ. മനസ്സിലായി സാർ. കൃഷ്ണൻ. ഗണപതി. വിഷ്ണു. അല്ല ഞാൻ പറഞ്ഞ എത്ര സമയം പറഞ്ഞു കറക്റ്റ്. മഹാവിഷ്ണു. കൃഷ്ണൻ. ശ്രീകൃഷ്ണൻ. കൃഷ്ണനും രാധയും. സർശ്രീ. സർശ്രീ എന്തുവാ? നമുക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സർശ്രീ. സപ്തമശ്രീ തസ്കര. പ്രേക്ഷകരായ നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ് ഗൈസ്. അടുത്തത് ടാൻസൻ ആണ്. എതിർ ടീമിന്റെ 3 വാക്കേ ഉള്ളൂ. ഒന്നാമത്തെ വാക്ക് ചെണ്ട. ചെണ്ടയുടെ വേറെ തബല, മൃദംഗം, മദ്ദളം, ഡ്രം, ദഫ്മുട്ട. രണ്ടാമത്തെ വാക്ക് കാണില്ല, അപ്പൊ മനസ്സിലാവും. നോക്കട്ടെ. അത് വീണ്ടും ഇനി ആ കൂടി 3 minutes ലെഫ്റ്റ്. കൊട്ട്. ആ കൂടി 5 minutes ഉള്ളൂ. കൊട്ട്. രണ്ടാമത്തെ വാക്ക് കൊട്ട്. ഓക്കെ ഓക്കെ. അത് മൂന്നാമത്തെ വാക്ക് പറ. ഞാൻ ക്രിസ്ത്യാനി അല്ല. സമയം നോക്ക്. ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളു നിങ്ങക്ക്. ഹിന്ദു. ഹിന്ദു. ഹിന്ദുവിന്റെ വേറെ ബ്രാഹ്മണം. ബ്രാഹ്മണന്റെ വേറെ ക്ഷത്രിയൻ. ക്ഷത്രിയൻ. അതോട് മുസ്ലിം. ഹിന്ദു ഹിന്ദു ഹിന്ദു. സമയം നോക്ക്. സമയം നോക്ക് ഗൈസ്. 1 minute ലെഫ്റ്റ്. അമ്പലം. മൂന്നാമത്തെ വാക്ക് അമ്പലം. കൊട്ടമ്പലം. ഇനി 15 സെക്കൻഡും കൂടി താളം. താളത്തിന്റെ താ. 10 സെക്കൻഡും കൂടി ഉള്ളൂ. 9 8 7 6 5 4 3 2 1. പറ ടാൻസ്. എന്ത് വരുന്ന വേർഡ്? തകില് കൊട്ടമ്പലം. തകില് കൊട്ടമ്പലം. അങ്ങനെ ഒരു പടമുണ്ട്. സെർച്ച് ചെയ്ത് നോക്ക്. ഞങ്ങളുടെ ടീം പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ സംഭവം മാറിപ്പോയി. തകില് കൊട്ട അമ്പുറം എന്നായിരുന്നു, അമ്പലം എന്നല്ലായിരുന്നു. തകില് കൊട്ട അമ്പുറം. പിന്നെ പിന്നെ സാരമില്ല, ഇത് നമ്മൾ അസാധുവാക്കി കളഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇല്ല, ഇത് നമ്മൾ അസാധുവാക്കി 1-0 മലയാളം. മൂന്ന് വാക്ക്. മൂന്നായിട്ട് തിരിക്കണം. ഒന്നാമത്തെ വാക്ക് ഒന്നാമത്തെ വാക്ക് മായിച്ചോളാം. ഒന്നാമത്തെ വാക്ക് പറയണ്ടേ? നല്ല മായിക്കണ്ടേ? രണ്ടാമത്തെ വാക്ക് അത് ഒന്നാമത്തെ വാക്ക്. മൂന്നാമത്തെ വാക്ക്, നാലാമത്തെ വാക്ക്, മൂന്നാമത്തെ വാക്ക്, മൂന്നാമത്തെ വാക്കാണ് ഒരിടത്തൊരിടത്ത് ഒരിടത്തെടുത്ത്. ആ കിളി പറഞ്ഞു, കിളി പറഞ്ഞു. രണ്ടാമത്തെ വാക്ക്, നാലാമത്തെ വാക്കിന്റെ മൂന്നാമത്തെ വാക്ക്. പക്ഷി എന്ന് പറയുമ്പോ കുയിലായിരിക്കും. അപ്പൊ കാക്കക്കുയിലായിരിക്കും. ആകാശം, മഴ, പ്രകാശം. ആ ഇങ്ങനെ പോയി. ഞാൻ പറഞ്ഞുതരാം. മേലെ മാനത്ത്, മേലെപ്പറമ്പിൽ ആൺവീട്, നിലാവത്തഴിച്ചു വിട്ട കോഴി. അതെ അതെ അതെ, മെനഞ്ഞാന്ന്. ഓ, ദീർഘനേരത്തെ പരിശ്രമത്തിന് ശേഷം ഏഞ്ചൽ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അടുത്ത അഭിനയ കുലപതി ശ്രീധേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ശ്രീധേട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പാട്ട് പോലത്തെ പേരൊക്കെ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ 1 മിനിറ്റ് ആവും കേട്ടോ. നോക്കട്ടെ കറക്റ്റ് കിട്ടുമോ. ശ്രീധേട്ടന് വേണ്ടി ചേച്ചിയും വരുന്നു. ടൈം നോക്കണേ. ടൈം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു മിനിറ്റ്. മലയാളം എങ്ങനെയാണെന്ന് മിണ്ടാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോകും ആക്ഷൻ. 4 പേര്. മലയാളം ഇത് 4 വാക്ക്. ഓക്കെ, 4 വാക്കുകൾ. അതിനകത്ത് എത്രാമത്തെ വാക്കപ്പൊ പറയാൻ പോകുന്നു? അങ്ങനൊന്നുമില്ല, വേഗം ആലോചിക്കാൻ സമയമില്ല. ടെൻഷൻ അടിപ്പിക്കാതെ. ഒരു ഐഡിയ കിട്ടും. അതറിയോ? സുരേഷ് ഗോപിയുടെ പേര്. നടുക്കത്തെ സിനിമയാണോ ഏറ്റവും ടോപ്പ് സിനിമയാണോ അതോ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ പകുതി ഗോപി. സുരേഷ് സുരേഷ് കൃഷ്ണ.
സമയം നോക്കണേ. സു. സുരേഷ് 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 എന്നാണോ നടന്റെ പേര്? സുരേഷ് അല്ല മഹേഷ്. സുരേഷ് അല്ല മഹേഷ്. സുരേഷ് എന്ന് പറഞ്ഞ നടൻ അല്ലേ? അതെ അതെ അതെ. നടനല്ല, ആ സിനിമ ആ പേരിലുള്ള പേരാണോ സുരേഷ് എന്ന് പറഞ്ഞത് ചേട്ടൻ? ഓക്കെ ഓക്കെ. 2 സുരേഷ് മിനിറ്റ് തീർന്നു. സിനിമയ്ക്കകത്തുള്ള പേര്, സിനിമയുടെ പേര് സുരേഷ്. സുരേഷ് ഇതിനകത്ത് സുരേഷ് ഉണ്ട്. അത് എത്രാമത്തെ പേരായിട്ട് വരും? ഒന്നാമത്തെ പേര് സുരേഷ്. സുരേഷ്. ഓക്കെ. അല്ല സുമേഷ്. മഹേഷ്. സുരേഷ്. സുരേഷ് സുരേഷ് രതീഷ്. ഈ സിനിമ മുകേഷ്. കണ്ടിട്ടുണ്ടോ? മുകേഷ്. അറിയത്തുപോലുമില്ല, അറിയത്തുപോലുമില്ല അല്ലേ? ഈ അത് ഈ ചിലരെ വാക്ക് സമയം നോക്ക്. ഇംഗ്ലീഷിലൊക്കെ ആക്കി കാണിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അങ്ങനെ. ശരി, വേറൊരു കാര്യം പറയാം. സുരേഷ് ഞാൻ ഒരു അക്ഷരം പറയാം, അപ്പൊ അത് അതാണ് ഇങ്ങനെ കഴിച്ചാൽ മതി. കായ് കാ കാ. അയ്യോ അയ്യോ നമ്മളെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വിശ്വാസ്. കഴിയാറായോ? ഇല്ല, ആര് പറഞ്ഞു? അവസാനത്തെ തോറ്റോ? ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാ. അയ്യോടാ. Guys, തോൽവി സമ്മതിച്ചുകൊണ്ട് ഇതാ ശ്രീധടൻ. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയാരിയായ പ്രണയകഥ. ഗൈസ് അങ്ങനെ അതാ വിജയകരമായി അവർ തോറ്റിരിക്കുകയാണ് ഗൈസ്. ഒരു പടം. മലയാളം വായിക്കാറില്ല. പാട്ട് ഇറങ്ങിയത്. ഏഞ്ചലേ ധൈര്യമായിട്ട് ചെയ്തോ. പറഞ്ഞു. സമയം നോക്ക്, സമയം നോക്ക്. 5 വാക്കുകളുണ്ട്. മലയാളമാണ്. മണി. ഓക്കെ. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള. ഫസ്റ്റ് വേർഡാണ് ഇപ്പൊ പറയുന്നത്. കല്യാണം. താലി. താലി. സ്ത്രീധനം. സ്ത്രീ. സ്ത്രീ കല്യാണം അല്ലെ? സ്ത്രീ താലി. ആരാ? രണ്ടാമത്തെ ഇതിന്റെ ഒന്നാമത്തെ. ഓക്കെ. ഒന്നാമത്തെ അക്ഷരം. ഒന്നാമത്തെ. 1 മിനിറ്റ് കഴിഞ്ഞേ. അപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ പരിപാടി. 2 വാക്കുകളുണ്ട്. 3 വാക്കുകൾ. അതിനകത്ത് രണ്ടാമത്തെ ഒന്ന്. ഒരു 1 2 അതിന്റെ വേറെ 3 4 ഒന്നിന്റെ ഇംഗ്ലീഷ് എന്നാണ് നീ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് വേർഡ് സ്ത്രീ എന്നാണോ? ഒരു വട്ടൊന്നുമല്ലോ. ഇതെല്ലാം സമയം നോക്കണേ. ആമ. എഴയുന്നു. എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ വാക്ക് അതിന്റെ പകുതി. അതിൽ ആമ ഉണ്ട്. ആമയുടെ വേറെ പേര്. പകുതി. പകുതിയുടെ ഹാഫ്. പാടില്ല കേട്ടോ. ഒന്നാമത്തെ വാക്ക് ആമ. ഇർഫാൻ 3 minutes ലെഫ്റ്റ് ഫോർ യു. ഓ. ലിപ്സിംഗ്. ആമ ഇറച്ചി ഇഷ്ടമാണോ നിനക്ക്? വയറുവേദന എടുക്കുന്നു. ടൈം ഒന്ന് pause വയറുവേദന എടുക്കുന്നു. എനിക്ക് റെഫറൻസ് വേണം. എനിക്ക് ഇർഫാനെ നെഞ്ചുവേദന എടുക്കുന്നു. 3 മിനിറ്റ് ആണുള്ളത്. 5 മിനിറ്റ് ഉണ്ട്. സ്ത്രീ ഉണ്ട്. ഇല്ല, ഫസ്റ്റ് 3 minutes ഓൾറെഡി കഴിഞ്ഞു. ഇനി 2 minutes ലെഫ്റ്റ്. സാരി, കോട്ട്, ഷർട്ട്, ഉടുപ്പ്. ഉടുപ്പ്, അണിയുന്നു. വസ്ത്രം. അണിയുന്നു. അണിയുന്നു. അണിയുക. ഉപയോഗിക്കുന്നു. കൊടുക്കുന്നു, വാങ്ങുന്നു, ധരിക്കുന്നു. സ്ത്രീ ധരിക്കുന്നു. സ്ത്രീ ധരിക്കുന്ന എന്താണ് സ്ത്രീ ധരിക്കുന്നത്? പറയൂ. വൻ സെൻസേഷനിലാകും. സ്ത്രീ എന്താണ് ധരിക്കുന്നത്? ശ്രീധരന്റെ ഒന്നാം തിരുമുറ. ഗൈസ് അത് അവസാനം വളരെ വിജയകരമായി. ഇർഫാൻ ബ്രില്യന്റ് ജോബ്. ഗ്രേറ്റ് ജോബ്. തുടങ്ങാൻ പോവാണ്. സ്റ്റാർട്ടാണ്. മമ്മൂട്ടിയുടെ വടക്കം വീര. അത് തന്നെ ഒരു വടക്കം വീരഗാഥ. എത്ര പേരുണ്ടായിരുന്നത്? കിഴി. അതെ, ഉറുമി സുറുമി. ഒരു അരക്കെട്ട്. അരം പ്ലസ് അരം കിന്നരം. കെട്ട് കറക്റ്റ് ആണോ? അതെ അത് വളരെ ശരിയാണ് ഗൈസ്. കെട്ടിന് മുന്നേ ആയിട്ട് അരക്കേ. അരികിൽ മഴപടവാ. സമയം നോക്കിയോ. ചില സമയം നോക്കിയോ. വീട്. അതെ അത് ഈ ചേച്ചി അമ്പലം അതൊന്നുമല്ല. കിളിക്കൂട്. വേറെ ഇങ്ങനെ കാണിക്കുമ്പോ എന്താ ടിവിയാ? അയ്യോ 10:30 ഗൈസ്. ടിവിയാ? നാളെ വർക്ക്
ഉണ്ട്, എല്ലാവർക്കും വർക്കുണ്ട് ഗൈസ്. നീ try ചെയ്യ്, നീ ആലോചിക്ക്. വേറെ കാണിക്ക്, നീ വേറെ ആലോചിക്ക്. കാണിക്ക്. എടേ, കുറച്ച് നേരം ഞങ്ങൾക്ക് സമയം തടേ. താമസം, വീട്, മതിൽ, നമ്മുടെ പുൾസു 5 minutes. ഒത്തിരി വീടുകൾ, ഗോപുരം, ഗോപുരം, ശില്പി, കൂട്, വീടുകൾ അതിന്റെ വേറെ ഭവനങ്ങൾ. ഭവനങ്ങൾ, അയൽവക്കം. ഗൈസ് ഇനി 2 minutes ലെഫ്റ്റ്. വീടുകൾ, ഭവനങ്ങൾ, അയൽവക്കം. ഇവിടെ ടൈം കാണിക്കുന്നുണ്ട് ഗൈസ്. ലാ 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 ഗ്രാമം. അര. ലാ 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 ലാ. അരക്കെട്ട് ഗ്രാമം. അല്ലല്ല, ആദ്യത്തെ വാക്ക് അര. അരികെ ഗ്രാമം. 1 minute ലെഫ്റ്റ് ഗൈസ്. അര. രണ്ടാമത്തെ വാക്ക് കെ. അര. ക. കെട്ടുക. കെട്ടുക. അരക്കെട്ട്. അരക്കെട്ട് ഗ്രാമം. അതെ 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 അതെ. അതിന്റെ അതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക്, ഒരു അക്ഷരമുണ്ട്. ഇതോടെ ഞാൻ പറഞ്ഞുതരാം. അരക്കോട് ഗ്രാമം, അരക്കോട് അരിങ്ങോട് ഗ്രാമം. ഗൈസ് ഗ്രാമം, അരിങ്ങോട് ഗ്രാമം. അത് പറ്റില്ല. അതെന്തുവാ? ഞങ്ങളെ ഇതൊക്കെ യൂസ് കറി ഇടുന്നു, കറി. 10 seconds left. ഓടി. ചേട്ടാ ഇപ്പൊ കറി 10 ചോറ്. 9 8 പോക. 7 അരപ്പുക, 6 തീ, 5 അത് 4 പാത്രം, 3 ചോറ്. അരച്ചീനി, അരച്ചോ ഗ്രാമം. 1 കഴിഞ്ഞു. അരച്ചട്ടി ഗ്രാമം. അല്ല, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. ഈ കളി വിജയകരമായി ഞങ്ങളുടെ ടീം വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആരാ ഫുഡ് ഉണ്ടാക്കിയത്? ശീതലേ? നല്ല സൂപ്പർ ബിരിയാണി. ഓം എന്നാണോ പറഞ്ഞേ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ, ടാൻസന്റെ മുത്തേ ഭാവം ഇന്ന് പിടിച്ചോട്ടെ. ഓ, കുറ്റം പോരട്ടെ. ഞാന് നാട്ടിലെവിടെയായിരുന്നു? ഇർഫാനെ എങ്ങനെയുണ്ട്? പൈങ്ങോട്ടേക്ക് അറിയോ? അവിടെ ആ ഏരിയ. ഫുഡ് അടിച്ചിവിടെ ചത്തേ ചന്നി എന്ന് പറയാൻ സ്റ്റിക്കർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ശീതളിന്റെ വക ഗിഫ്റ്റ്. നന്ദി സമ്മാനം. പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതാ ശീതളിന്റെ വക നമുക്ക് ക്യൂട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ സെലിബ്രേറ്റിംഗ് വിത്ത് അസ് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ളൊരു ക്യൂട്ട് കീ ചെയിൻ ഉണ്ട് ഗൈസ്. ഒന്നല്ല, 2 എണ്ണം ഉണ്ട്. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കീ ചെയിൻ നമ്പർ 1. കീ ചെയിൻ നമ്പർ 2. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ ചോക്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. ഇതെല്ലാം ഇതിനുള്ളിലുള്ള ചോക്ലേറ്റ്സ് ആണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ശീതളിനും ഫ്രെഡിക്കും ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഹാപ്പി മാരീഡ് ലൈഫ് ഗൈസ്. അപ്പം 1 മാസം കഴിഞ്ഞിട്ട് കാണാം. കാണുന്നതായിരിക്കും.